കൃഷ്ണ കിച്ചണിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഇന്ന് ഇവിടെ ഞാനൊരു അവിയൽ തയ്യാറാക്കാൻ പോവുകയാണ്. അതിന് വേണ്ടുന്ന കഷ്ണങ്ങൾ: മുരിങ്ങയ്ക്ക, വെള്ളരിക്ക, കത്രിക്ക, ക്യാരറ്റ്, പടവലങ്ങ, കാച്ചിൽ, കോവയ്ക്ക, 5-6 കൂട്ടം സാധനങ്ങളുണ്ട്. എല്ലാം കൂടെ ഇതെല്ലാം കൂടെ ഒരു അവിയൽ വെക്കാമെന്ന് തീരുമാനിച്ചു. അതിനൊരു തക്കാളി, ഇതെല്ലാം കൂടെ ഒന്ന് നമുക്ക് കുക്കറിലേക്ക് ഇടാം. അതിന് ഞാൻ കുക്കർ വെച്ച് കുറച്ച് വെളിച്ചെണ്ണ അതിനകത്തോട്ട് ഒഴിക്കാൻ പോകുന്നു. ലേശം മഞ്ഞൾപ്പൊടി ഇടാം. ഈ കഷ്ണം എല്ലാം കൂടെ വാരി കുക്കറിനകത്തോട്ട് വേവിക്കാൻ പോവാണ്. അധികം വേകണ്ട, വിസിൽ വരികയും വേണ്ട, പകുതിക്ക് വെച്ച് ഇറക്കണം. അതിന് വേണ്ടിയാണ്. കഷ്ണം പകുതി വേകുമ്പം അത് വാങ്ങി വെച്ച് വേറൊരു പാത്രത്തിലേക്ക് മാറ്റാം. ഒരു തക്കാളി അതിനകത്ത് ഇടാൻ പോകുന്നു. ഒരു ശകല ഉപ്പ് അതിനകത്തിടുക. ഒരു 1/4 ടീസ്പൂൺ ഉപ്പ് ഇടുന്നുള്ളൂ. പോരാങ്കിൽ പിന്നിടാം. ഒന്ന് നമുക്ക് മറിച്ച് വെച്ച് ഒന്നായിട്ട് മറിച്ച് വെച്ച് എല്ലാം കൂടെ ഒന്നുപോലെ ആകട്ടെ. ആ മഞ്ഞപ്പൊടിയും വെളിച്ചെണ്ണയും എല്ലാം കൂടെ. ഞാനിവിടെ വെള്ളം ഒഴിക്കുന്നില്ല. വെള്ളം ഒഴിക്കാതെ വെക്കുന്ന ഒരു അവിയലാണ്. ഉള്ളത് കൊണ്ട് അവിയൽ വെക്കുകയാണ്. ഒരുപാട് കഷ്ണമില്ലെങ്കിലും നമുക്ക് ഈ അവിയൽ ഒരുപോലെ വെക്കാം. എല്ലാവർക്കും ഇഷ്ടമുള്ളതാണ് അവിയൽ. ഒന്ന് മൂടി വെക്കുക. അവിയലിന് വേണ്ട അരപ്പിന് വേണ്ട തയ്യാറാക്കിയിരിക്കുന്ന തേങ്ങ: 1 കപ്പ് തേങ്ങ, ഒരു 1/4 ടീസ്പൂൺ ജീരകം, 1 അല്ലി വെളുത്തുള്ളി. ഞാനിവിടെ അവിയൽ വെച്ചാൽ 1 അല്ലി വെളുത്തുള്ളി ചേർക്കും. 5-6 കഷ്ണം ചെറിയ ഉള്ളി, 2 പച്ചമുളക്, 1 പഴുത്ത മുളകും 1 പച്ചമുളക്. അത് ഞാൻ 2ആയിട്ട് മുറിച്ച് വെച്ചേക്കുക. ഒരു അരമുറി സവാള അരിഞ്ഞു വെച്ചതാണ്. കരിവേപ്പിലയും കൂടി ഇച്ചിരി. ഇതെല്ലാം ഒന്ന് ചതച്ചെടുത്തിട്ട് കരിവേപ്പില അതിനൊന്ന് അതിൻ്റെ കൂടിട്ടൊന്ന് ചതക്കാന്ന് വെച്ച്. തക്കാളി ഒരു ചെറുതാണ് ഇട്ടിരിക്കുന്നത്. ഒരു ചമ്മന്തിക്ക് വെക്കുന്ന പോലെ ഒരു ശകലം വാളൻപുളിയും കൂടെ ഈ തേങ്ങയുടെ കൂടെ ഞാൻ അരയ്ക്കുന്നുണ്ട്. ഇതൊന്ന് ഒതുക്കിയെടുക്കാം നമുക്കെല്ലാം. നമ്മൾ വേഗം വെച്ച അവിയലിന്റെ കഷ്ണം ഒന്ന് തുറന്നു നോക്കാം. വെന്തിട്ടുണ്ട്. ഞാനത് വേറൊരു പാത്രത്തിലോട്ട് മാറ്റുവാണ്. അവിയലിന് ചതച്ച് വെച്ച അരപ്പ് അത് അതിനകത്തോട്ട് ഞാൻ ഇടുക. നമുക്ക് ആ അരപ്പ് ഒന്ന് ഒതുക്കി വെച്ച് കൊടുക്കാം. ഇച്ചിരി കരിവേപ്പില അതിനകത്ത് ഇടുന്നുണ്ട്. കുറച്ച് വെളിച്ചെണ്ണയും കൂടെ ഒഴിക്കുന്നുണ്ട്. നമുക്കൊന്ന് മൂടി വെക്കാം. ഇവിടെ റെഡിയായെന്ന് നോക്കാം. ഒന്ന് ഇളക്കി കൊടുക്കാം.
കഷ്ണം ഒരുപാട് ഉടയണ്ട. നമ്മുടെ അവിയൽ തയ്യാറായി. ഇത് കാണുന്നവർ സബ്സ്ക്രൈബ് ചെയ്യുക, ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക.